ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടിപ്സ് ഓർ ഹാപ്പി ലൈഫ്. എത്ര കഴിച്ചിട്ടും വണ്ണം വയ്ക്കുന്നില്ല എന്ന് പരാതിപ്പെടുന്ന വ്യക്തിയാണോ നിങ്ങൾ? വണ്ണം വയ്ക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊന്നും ചിന്തിക്കാതെ മാർക്കറ്റിൽ കിട്ടുന്ന കണ്ടതും കേട്ടതും ഒക്കെ വാങ്ങിക്കഴിച്ച് രോഗിയായി മാറാതിരിക്കുക. വിവാഹത്തിന് മുമ്പ് പല പെൺകുട്ടികളും പറയുന്നൊരു പരാതിയാണ് വണ്ണം കുറവാണ് എന്നുള്ളത്. വിവാഹശേഷം ഒരു കുട്ടിയൊക്കെ ആയിക്കഴിഞ്ഞ് ഈ പരാതിയൊക്കെ അവരുടെ മാറും. അവരെ കണ്ടാൽ പോലും നമ്മൾ മനസ്സിലാക്കില്ല, അത്രയ്ക്ക് തടി വെച്ചിട്ടുണ്ടാകും. ദീർഘനാളായിട്ട് ശരീരം മെലിഞ്ഞു വരുന്നുണ്ടെങ്കിൽ, വെയിറ്റ് കുറയുന്നുണ്ടെങ്കിൽ തീർച്ചയായും തൈറോയിഡ്, ഡയബറ്റിക്സ് ഇവ ഒന്നുമില്ലെന്ന് ഉറപ്പുവരുത്തുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ചെറുപ്രായത്തിലുള്ള കുട്ടികൾക്ക് ഇത്തരം അസുഖങ്ങൾ ഉണ്ടാകുമോ എന്ന് നമ്മൾ സാധാരണ സംശയിക്കാറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ചെറിയ കുട്ടികൾക്ക് വരെ ഡയബറ്റിക്സ് വരെ ഉണ്ടാകുന്ന കാലമാണ്. ആദ്യം നമ്മൾ അങ്ങനെ അസുഖങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുക. അല്ലാതെ ഫുഡ് മാത്രം കഴിച്ചതുകൊണ്ട് അല്ലെങ്കിൽ മാർക്കറ്റിൽ കിട്ടുന്ന പല പല ഗുളികകളൊക്കെ വാങ്ങിച്ചു കഴിച്ചതുകൊണ്ട് ഒരു ഗുണവുമില്ല. അത് ശരീരത്തിന് ദോഷമേ ഉണ്ടാക്കൂ. അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയില്ലാതെ ചെയ്യുന്നത്. ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് വണ്ണം വയ്ക്കാനായിട്ട് സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അത് തീർച്ചയായും നമുക്ക് മറ്റസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ വണ്ണം വയ്ക്കാൻ സഹായിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. യാതൊരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. ദിവസവും 3-4 ബദാം പരിപ്പ് പൊടിച്ച് പാൽ കാച്ചി കുടിക്കുക. പാലിൻ്റെ കൂടെ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതൊന്നിച്ച് മിക്സ് ചെയ്ത് കഴിക്കുന്നതാണ് നല്ലത്. അങ്ങനെ അല്ലാതെ ബദാം മാത്രമായിട്ട് കഴിച്ചാലും കുഴപ്പമില്ല, പക്ഷേ പാൽ കഴിക്കുന്നത് കൂടുതൽ നല്ലതാണ്. ഇനി മറ്റൊന്ന്, തൈര്, വെണ്ണ ഇവ ദിവസവും ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. ഉച്ചയ്ക്ക് ഇപ്പോൾ തൈര് ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാം. ചൂട് ചോറിൻ്റെ കൂടെ അല്ല കേട്ടോ, സാധാരണ നോർമൽ ടെമ്പറേച്ചറിലുള്ള ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ്. അത്താഴം നമുക്ക് കഴിക്കുമ്പോൾ വെണ്ണ ചേർത്തും കഴിക്കാം. ഇതിങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും വണ്ണം വയ്ക്കുന്നതാണ്. ഡ്രൈ ഫ്രൂട്ട്സ് വണ്ണം വയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ഈന്തപ്പഴം, ഉണക്കമന്തിരി ഇതൊക്കെ നമുക്ക് വാങ്ങി കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഇത് ശരീരത്തിൻ്റെ രക്തത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കും. അതുപോലെ ഇരുമ്പിൻ്റെ അളവും കൂട്ടാൻ സഹായിക്കുന്നതാണ്. വണ്ണം വയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഇനി പുറത്ത് പോകുമ്പോൾ കുറച്ച് ഈന്തപ്പഴമൊക്കെ വാങ്ങി വയ്ക്കുക. അതുപോലെ ഇനി പ്രഭാത ഭക്ഷണത്തിൻ്റെ കാര്യം പറയാനാണെങ്കിൽ തീർച്ചയായിട്ടും ഏത്തപ്പഴവും മുട്ടയുമൊക്കെ ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. കൃത്യമായ സമയത്ത് ആഹാരം കഴിക്കുക, അതൊരു പ്രധാന കാര്യമാണ്. ഭക്ഷണം കഴിക്കാതെ വണ്ണം വെക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ. രാത്രി ഭക്ഷണം കഴിക്കുന്നത് 8 മണിക്ക് മുമ്പായിട്ട് കഴിക്കുക. ഭക്ഷണം കഴിക്കുന്നത് കൂടാതെ ഒരല്പം വ്യായാമവും ചെയ്യാം. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചെറിയ ചെറിയ വ്യായാമങ്ങൾ ചെയ്യുക. ഫ്രഷ് ജ്യൂസ് കഴിക്കാൻ കിട്ടുന്ന അവസരം ഒരിക്കലും മിസ് ചെയ്യേണ്ട കേട്ടോ. ഫ്രഷ് ജ്യൂസ് വണ്ണം വയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ്. നമ്മുടെ ശരീരത്തിന് വളരെയേറെ ഗുണങ്ങളുള്ള ഒന്നാണത്. ഇനി പറയാനാണെങ്കിൽ അന്നജമടങ്ങിയ ഫുഡ്സ് എല്ലാം തന്നെ വണ്ണം കൂട്ടുന്നവയാണ്. അത്തരത്തിൽപ്പെട്ട ഉരുളക്കിഴങ്ങ്, മധുരക്കിഴങ്ങ്, ചോറ് എന്നിവയൊക്കെ ശരീരം പുഷ്ടിപ്പെടുത്തുന്ന ആഹാര സാധനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ, ഉരുളക്കിഴങ്ങും മധുരക്കിഴങ്ങും ചോറുമെല്ലാം ധാരാളമായിട്ട് കഴിച്ചോളൂ, യാതൊരു കുഴപ്പമില്ല. അതുപോലെ തന്നെ നിലക്കടല പച്ചയ്ക്ക് കഴിക്കുന്നത്, അത് തോട് നീക്കിയ ശേഷം പച്ചയ്ക്ക് കഴിക്കുന്നത് വണ്ണം വയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. ഇനി ആയുർവേദം പറയുന്നത് എന്താണെന്ന് നോക്കാം. ബ്രഹ്മി നെയ്യിൽ വറുത്ത് പാൽ ചേർത്ത് കഴിക്കുന്നത് വണ്ണം വയ്ക്കാനായിട്ട് ഉത്തമമാണ്. നിറയെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൂടി ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും നമുക്ക് വണ്ണം വയ്ക്കാൻ സാധിക്കും. 8 ഗ്ലാസ് വെള്ളം ദിവസവും കുടിക്കുക. ഞാനീ പറഞ്ഞ കാര്യങ്ങൾ കുറഞ്ഞത് ഒരു 4 മാസമെങ്കിലും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മാറ്റം നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതുവരെ നമ്മുടെ ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.